ഹലോ, ഓൺലൈൻ കെമിസ്ട്രി 9ാം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മളിനി പറയാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിൻ്റെ നമ്പർ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം വെച്ച് എങ്ങനെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം ഗ്രൂപ്പുകളെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കറിയാം 18 ഗ്രൂപ്പും 7 പീരിയഡുമാണ്. ഇതിലെ 18 ഗ്രൂപ്പിൻ്റെ നെയിംസാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും 3 to 12 ഗ്രൂപ്പ്സ് ട്രാൻസിഷൻ എലമെൻറ്റ് അഥവാ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻസ്, 18 നോബിൾ ഗ്യാസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് 18 ഗ്രൂപ്പിൻ്റെയും നെയിംസ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ 18 ഗ്രൂപ്പ്സിൽ നിന്ന് കുറച്ച് എലമെൻസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ, അതായത് 1ാം ഗ്രൂപ്പിലെയും 2ാം ഗ്രൂപ്പിലെയും എലമെൻസ് അഥവാ മൂലകങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുകയാണ് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ച് എലമെൻസിനെ കൊടുത്തിട്ടുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം തുടങ്ങിയവർ. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസ് ആണ്. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ്. അതിൻ്റെ സിമ്പൽ, പ്രതീകങ്ങളും കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക നമ്പറും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കോളം ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കോളമാണ്. നമുക്ക് ലിഥിയം 2, 1, സോഡിയം 281, പൊട്ടാസ്യം 2881. അങ്ങനെ നിങ്ങൾക്ക് ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നോക്കുമ്പോൾ ലാസ്റ്റ് 1 കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഷെൽ 1 ഇലക്ട്രോൺ ആണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻസിനെ നോക്കുക. ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. സിംബൽസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 2 ഇലക്ട്രോണിനെ കാണാൻ സാധിക്കും. അഥവാ 2ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അവസാനം അഥവാ അവസാന ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും പ്രസൻറ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 1 ഇലക്ട്രോൺ ആണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്പർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബാഹിതമ ഷെല്ലിലെ ഇലക്ട്രോൺ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക, അല്ലേ? ഹൗ ടു ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് മെയിൻ ഗ്രൂപ്പ്സ് എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 1ഉം 2ഉം ഗ്രൂപ്പിലെ കുറച്ച് എലമെൻസിനെ മാത്രം നമ്മൾ അവിടെ നിന്ന് എടുക്കുകയാണ്. ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. സിമ്പൽ Li, പ്രതീകം. ആറ്റോമിക നമ്പർ 3 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം 2, 1 ആണ്. നിങ്ങൾക്കറിയുന്ന കാര്യമാണ്, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പറും 1 ആണ്. ശ്രദ്ധിക്കുക, സോഡിയം വളരെയധികം ശ്രദ്ധിക്കുക. എഴുതുന്നത് 281 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പറും 1 ആണ്. നെക്സ്റ്റ് ബെറീലിയം, ആറ്റോമിക് നമ്പർ 4 ആണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് ബെറീലിയം. 2 ആണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെൽ, ബാഹിതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പറും 2 ആണ്. 12 മഗ്നീഷ്യം 282, ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാഹിതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രൂപ്പ് നമ്പറും 2. അപ്പോൾ നമുക്ക് ഇതിന്ന് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ അത് തന്നെയായിരിക്കും ഗ്രൂപ്പിൻ്റെ എണ്ണം. In the elements of group 1 and 2, the number of outermost electron represent the group number. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും പറഞ്ഞു. ഇനി നമ്മൾ 13th മുതൽ 18th വരെയുള്ള ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് എലമെൻസിനെയൊക്കെ എടുത്തിട്ടൊന്ന് എഴുതി നോക്കുകയാണ്. ബോറോൺ ആണ് 13ാം ഗ്രൂപ്പിലെ ആദ്യ ആൾ. നെക്സ്റ്റ് കാർബൺ, നെക്സ്റ്റ് നൈട്രജൻ. അതിൻ്റെയൊക്കെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാന ഷെല്ലിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോടൊപ്പം 10 കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ശ്രദ്ധിക്കുക, ഇവിടെ ബോറോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ കോൺഫിഗറേഷൻ 2, 3 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണല്ലോ. അതിനോട് 10 കൂട്ടിയുള്ള 13 ആണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. നെക്സ്റ്റ് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അഥവാ അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അതിനോട് കൂട്ടി 10 കൂട്ടിയിട്ടാണ് 14 എന്ന നമ്പർ ലഭിച്ചത്.
അതുപോലെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഫ്ലൂറിൻ്റെയും അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോട് 10 കൂട്ടി 15, 16, 17 എന്നീ ഉത്തരങ്ങളിലൊക്കെ നമ്മൾ എത്തി. എന്തുകൊണ്ടായിരിക്കും ഈ 10 എന്നുള്ള നമ്പർ തന്നെ കൂട്ടിയത്? അതിനാണ് നമ്മൾ അടുത്ത ചിത്രത്തിലേക്ക് നോക്കുക. പീരിയോഡിക് ടേബിളിലെ 2ാം ഗ്രൂപ്പിനും 13ാം ഗ്രൂപ്പിനും ഇടയിൽ 10 സംക്രമണ മൂലകം അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഈ 10 മൂലകങ്ങളെ 10 ഗ്രൂപ്പുകളെ കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് നമ്മൾ 10 ആഡ് ചെയ്യാൻ കാരണം. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ കാരണം? 10 ആഡ് ചെയ്യാൻ കാരണം. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കും ഇത് ബാധകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ആണെങ്കിൽ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണോ അത് തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. എന്നാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിന് നമ്മൾ 10 ആഡ് ചെയ്യണം. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്